ഒരു ലേഡി മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പേടിച്ചു പോയി. ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞു. ഹസ്ബൻഡ് പോയി ആ മരത്തിന് ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. മരത്തിന് മുകളിൽ കുഞ്ഞിരിക്കുമോ, ഇത് നിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ ഹസ്ബൻഡും ആ ശബ്ദം വ്യക്തമായി കേട്ടു. ഉടനെ തന്നെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവരെല്ലാവരും നടുങ്ങിപ്പോയി. ഒരു ഭീകരൻ അവരുടെ കുഞ്ഞിനെ പിടിക്കാൻ നോക്കുന്നതായി ഈ ലേഡി സ്വപ്നത്തിൽ കാണുന്നു. ഈ മരത്തിനു മുകളിൽ എന്തോ ഒരു പിശാചുണ്ടെന്ന് അവരെല്ലാവരും ഉറപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു മന്ത്രവാദിയെ വിളിച്ച് മന്ത്രവാദം നടത്തി. കുഞ്ഞിനെ വേണമെന്ന് ആ സ്വപ്നത്തിൽ കണ്ട പിശാചിന് ഒരു തെങ്ങിൻ തൈ കാണിക്കയായി കൊടുത്തു. ഇതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് കരുതി എല്ലാവരും ആശ്വാസത്തോടെ ഉറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും കേട്ടു. ഇയാൾ ഓടി അവിടെ എത്തിയപ്പോൾ ഒരാൾ അവർ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ മരത്തിന്റെ മണ്ടയിൽ കയറുന്നു. മണ്ടയിൽ കയറിയ ആള് താഴെ ഇറങ്ങി വരുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പോൾ അയാളുടെ ദേഹത്ത് കേൾക്കുന്നു. പിശാച് അയാളുടെ ദേഹത്ത് കയറിയോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും പേടിച്ചു. അയാൾ തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഒരു ബട്ടൺ അമർത്തിയതും ആ കുഞ്ഞിന്റെ കരച്ചിൽ നിശബ്ദമായി. ഹലോ, ഞാൻ മറന്നുവെച്ച ഫോണ് എനിക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. അപ്പോഴാണ് അവർക്കെല്ലാവർക്കും മനസ്സിലായത് അവർ ഇത്രയും ദിവസമായി കേട്ട കുഞ്ഞിന്റെ കരച്ചിൽ അത് ഫോണിന്റെ റിംഗ്ടോൺ ആയിരുന്നു എന്ന്.